ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കേരള ചരിത്രത്തിൽ ആധുനികതയുടെ കടന്നുവരവ് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാനാണ്. കേരള ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, മൗലിക മൂല്യങ്ങൾ ഇവയൊക്കെ എവിടുന്ന് വന്നു? ഇതിനൊക്കെ പിന്നിൽ ചുടുചോര കൊണ്ട് ചരിത്രം കുറിച്ചവരുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. മരം കോച്ചുന്ന മകരമാസത്തിലെ മഞ്ഞിലും മണ്ണിൽ പണിയെടുത്ത് മണ്ണിനോടും മലയോടും മലമ്പാമ്പിനോടും പോരാടിയ മലയോര കർഷകരുടെ ചുടുചോര ചിന്തിയ കിരാതന്മാരുടെ കഥയാണ് കേരള ചരിത്രത്തിനുള്ളത്. വർണ്ണവിവേചനങ്ങളുടെയും അസമത്വങ്ങളുടെയും അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് മണ്ണിൽ പണിയെടുക്കുന്നവന്റെ അരമുറുക്കുവാനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനും അന്ന് മണ്ണിന്റെ മണമറിഞ്ഞ മനുഷ്യനെ മനസ്സിലാക്കുന്ന കുറച്ച് നല്ല നേതാക്കന്മാർ രൂപം കണ്ടു. ദ ഫ്രീഡം ഫൈറ്റേഴ്സ്. യെസ്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ നേതാക്കന്മാർ. ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്. സ്വന്തം ചോര ചിന്തിയും ജീവൻ ബലികൊടുത്തും നാടിനു വേണ്ടി പോരാടിയവർ. ഇവരാണ് ശരിക്കും മനുഷ്യസ്നേഹികൾ എന്ന പേരിന് അവകാശികൾ. മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ കാർന്നു തിന്നുന്ന മഹാമാരിയാണ് ആധുനിക കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മാനവികതയ്ക്കും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി യുവതലമുറയും ആധുനിക കേരളത്തിലെ യുവാക്കളും കരുത്താർജിച്ചേ മതിയാകൂ. നാടും നഗരങ്ങളും കൈകോർക്കണം. നന്മയുള്ള ഒരു വ്യക്തിക്ക് നല്ലൊരു നാട് പണിതുയർക്കാനാകൂ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുവിൻ, സമത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തുവിൻ, കൂട്ടായ്മയ്ക്ക് വേണ്ടി സംഘടിക്കുവിൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.